ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു വീഡിയോ ശരിക്കും തിരക്കുള്ള ഒരു ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം കൊണ്ടൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്ത് പല രീതിയിലൊക്കെ ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തെടുത്തത്. വേറൊരു റീസണുണ്ട്. രാവിലെ ഈ തിരക്ക് പിടിച്ച് ഈ 12 മണിക്കൂറത്തെ ജോലിക്ക് പോകുമ്പം ഭയങ്കര കറക്റ്റായിട്ട് എല്ലാം പക്ക എടുക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ ജോലിക്ക് കൊണ്ടുപോകുന്ന എൻ്റെ ഫുഡാണിത് കേട്ടോ. കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളൂ. വൈകിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ചോറൊക്കെ കഴിക്കുന്നത്. പിന്നെ ഈ ബ്രേക്കിൽ കറക്റ്റ് സമയത്തൊന്നും ബ്രേക്കൊന്നും കിട്ടാത്തത് കൊണ്ട് എനിക്കങ്ങനെ അവിടെ പോയി ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു ഇതല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇപ്പം ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല രസമാണ്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു 6:50 ഒക്കെ ആകുമ്പോൾ എണീക്കും. അച്ഛയ്ക്ക് നേരത്തെ പോകണം. അതിന് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. കറക്റ്റായിട്ട് ഫുഡ് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ എന്നെക്കാളും കുറച്ചുകൂടെ ഇതായിട്ട് ബ്രേക്ക് എടുക്കാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആൻഡ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ ഒരുങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ രണ്ടുപേരും വൈകിട്ട് വന്നിട്ട് പിന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും അതുപോലെ തന്നെ ലോണ്ട്രിയുടെ പരിപാടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റിന് പോകുന്നത് ഇത്രയും ചെറിയൊരു ഇതായിട്ട് മാത്രമേ എനിക്ക് കാണിക്കാൻ ഇത് ചെയ്തുള്ളൂ. എനിക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒത്തിരി ഇതുണ്ട്. അവിടെ ചെല്ലുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി പിന്നെ ഒരു മിഷൻ പോലെ ഓടുകയാണ്. ആൻഡ് ഓഫുള്ള ദിവസത്തിൽ എന്തെങ്കിലും നല്ല കാര്യമായിട്ട് കുക്ക് ചെയ്ത് ഞങ്ങൾ കഴിക്കാം കേട്ടോ. കാരണം മീൻസ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ ശരിക്കും ഭയങ്കര ടയേർഡായിട്ട് എന്തെങ്കിലും കഴിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയുള്ളൊരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ രാത്രി വന്നിട്ട് പിറ്റേ ദിവസം ഓഫാണെങ്കിൽ രാത്രി വന്നിട്ട് ഞങ്ങൾ പിന്നെ ഈ ലോണ്ട്രി ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് കിടന്ന് വെക്കും വാഷിംഗ് മെഷീനിൽ. ഞങ്ങൾ പിന്നെ അത് മടക്കി വെക്കുക, ഹാങ് ചെയ്തിടാനുള്ള ഹാങ് ചെയ്തിടുക, യൂണിഫോംസ് തേക്കാനുള്ളത് യൂണിഫോംസ് തേക്കുക, അതൊക്കെയാണ് പരിപാടികൾ. ആൻഡ് പിന്നെ വാക്യൂം ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു പിറ്റേ ദിവസം ഓഫാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു അറ്റ്ലീസ്റ്റ് വീടൊന്ന് ക്ലീനായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 മണിക്കൂറത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറുമ്പം ഒരു അത്യാവശ്യം ഒരു സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്നൊന്ന് കയറാം. വീടൊക്കെ ഒന്ന് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, മെസ്സായിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രോയർ തുറക്കുമ്പോഴത്തേക്കിനും വലിച്ച് വാരി തുണി ഇടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് മടക്കി ഒതുക്കി എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് വീട് നല്ല വൃത്തിയാക്കുക. അത് ഉണ്ടെങ്കിൽ മോളും ഉള്ളപ്പോഴും അതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞാണെങ്കിലും അവൾക്കും പ്രത്യേകം ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. മോളുടെ സാധനങ്ങളാണെങ്കിലും വലിച്ചു വാരി ഇടാതിരിക്കാനായിട്ട് ഞാൻ അവൾക്കൊരു നഴ്സിംഗ് യൂണിറ്റ്, മീൻസ് ബേബി ചേഞ്ചിങ് യൂണിറ്റ് എന്ന് ഇവിടെ പറയും, ഞാൻ വാങ്ങിച്ചതിന് പ്രത്യേക ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ, അത് മോളുടെ ആ ചേഞ്ചിങ് യൂണിറ്റ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഓർത്തു എന്തെങ്കിലും ഒരു ഇച്ചിരി ഇഷ്ടമുള്ള, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പനീർ കറി. അത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണേ. അപ്പോൾ അതും പാലപ്പവും കൂടെ വൈകിട്ടാക്കാമെന്ന് ഓർത്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഓഫ് ഫുഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. പിന്നെ മോൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ചേഞ്ചിങ് യൂണിറ്റ് വാങ്ങാനായിട്ടൊക്കെ ഒരു കാരണമുണ്ട്. വലിച്ചു വാരി നാപ്പീസും അതും ഇതൊക്കെ ഇടാതിരിക്കാനായിട്ട്. പിന്നെ ഇത് ക്ലീനിങ് ഡേ ആയിരുന്നു. ഞങ്ങളുടെ കണ്ടോ ജെല്ലും പൊടിയൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി. കാരണം കുറച്ചുകൂടെ റോഡിനോട് ക്ലോസ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ജെല്ല് ഇടയ്ക്ക് ചില സമയത്ത് കാറ്റ് കയറാണ്ടൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് പൊടി അടിക്കുന്നത്. പിന്നെ വൃത്തിയായിട്ട് കിടക്കണം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീറ്റായിട്ട് കിടക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നീറ്റായിട്ട് തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇടുന്നത്. ആൻഡ് എന്താ പറയുക, ഈ കുറച്ച് വൃത്തി ഓവർ ഇതായതുകൊണ്ടായിരിക്കാം ഞാൻ എവിടെയെങ്കിലും ജെല്ലുംപടിയെ തൊടുമ്പോൾ തന്നെയാണെങ്കിലും എനിക്ക് എൻ്റെ കയ്യെ പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. എനിക്ക് എന്തോ വല്ലത്രയും ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. അവളൊരു 9 മന്ത് കഴിഞ്ഞ് നടക്കുന്ന സമയമാകുമ്പം യൂസ് ആവാനായിട്ട്. പിന്നെ ഇതാണ് കേട്ടോ മോളുടെ നഴ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് മോളുടെ സാധനങ്ങൾ മാത്രമാണ്, നാപ്പീസ് അതുപോലെ തന്നെ പൊടികൾ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു പോർഷൻ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ബെഡിൻ്റെ സൈസ് അനുസരിച്ച്
ഈ ഒരു ഇലക്ട്രിക് ബ്ലാങ്കറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിലയിൽ നമുക്ക് നല്ല ബോഡി പെയിനൊക്കെ ജോലി കഴിഞ്ഞ് ബോഡി പെയിനായിട്ടൊക്കെ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാങ്കറ്റ് ശരിക്കും ചൂടാവും. ഇതേ കണക്റ്റായിട്ട് പോയിരിക്കുന്ന ഈ കേബിള് നമുക്കിതേൽ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. 1 2 3 3 മാക്സിമം. ഇത് ഓൺ ചെയ്ത് കുറച്ച് നേരം ഇട്ടാൽ മതി. എൻ്റെ പൊന്നെ എന്നെ ചൂടാണെന്നറിയോ, ദേഹത്ത് നല്ല ഹീറ്റ് കിട്ടും. നമ്മുടെ മുറിയും വാമാണ്, നമ്മുടെ കട്ടിലും ഇതുപോലെ ചൂടാണെങ്കിൽ കട്ടിലേൽ നമുക്ക് പിന്നെ ബ്ലാങ്കറ്റിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാണ്ട് വീഡിയോ ഇത് എടുത്തുന്നുള്ളത് ശരിക്കും ഓണല്ല. ആൻഡ് 1 2 3 എന്നും പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അടിപൊളി സാധനമാണ് കേട്ടോ, പൊളി സാധനമാണ്. അതുപോലെ തന്നെ ഇതിപ്പം ഞങ്ങളുടേത് കിങ് സൈസാണ്. സിംഗിൾ ബെഡിനും ഡബിൾ സൈസിനും കിങ് സൈസിനും അങ്ങനെ എല്ലാ സൈസിനും ഈ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് അവൈലബിൾ ആണ്. അടിപൊളി സാധനമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ടായിട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ യൂസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആമസോണിലും അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടുത്തെ ഒരു ഇതുണ്ട് കറീസ് എന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇത് ഞാൻ ജോലിക്ക് എന്നെ കൊണ്ടുവിടാൻ പോകുന്ന ഒരു ഇതാണ്. ഞങ്ങൾ രാവിലെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ പോകണം. നല്ല സണ്ണി ഡേ ആയിരുന്നു. ആൻഡ് സമ്മറൊക്കെ ആവുന്നതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. ശരിക്കും രാവിലെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. ഇതാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ്. 2 സൈഡും നല്ല ഈ കൃഷിയുള്ള സ്ഥലമാണ്. അങ്ങനെ ജോലി സ്ഥലത്ത് ചെന്ന് എല്ലാം ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ആൻഡ് ബ്രേക്ക് കിട്ടി. ശരിക്കും ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരത്തെ ഫുഡൊക്കെ കണക്കാണ്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ബായ്.